ഓപ്പറേഷൻ സിന്ദൂറിൽ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണം തുടരുന്നുമുണ്ട്. പക്ഷേ ഇന്ത്യൻ ആകാശ പ്രതിരോധം അതെല്ലാം തകർക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണത്തിന് വലിയ രീതിയിൽ ശ്രമങ്ങൾ നടന്നിരുന്നു. ഉദംപേരൂരിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ സൈന്യം യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. പാകിസ്ഥാൻ തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതുമായിരിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിലടക്കം ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. റാവൽപിണ്ടിയിലും ഇന്ത്യൻ ആക്രമണം ഉണ്ടായിരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് സൗദി അറേബ്യ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പും സൗദി പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ 8 നഗരങ്ങളിൽ ഇന്ത്യ തിരിച്ചടിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ അടക്കം പ്രയോഗിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധം തകർക്കുകയാണ്. ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കരയുദ്ധത്തിനായിരിക്കും ഇന്ത്യ കൂടുതലും തയ്യാറെടുക്കുക. സൈനിക മേധാവികൾ അതിർത്തിയിലെ സാഹചര്യം കൂടുതലും ഏകോപിപ്പിക്കുന്നുമുണ്ട്. പ്രത്യാക്രമണവും അതുപോലെ പ്രതിരോധവും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു ശേഷമാകും വാർത്താ സമ്മേളനം. അതിനിടെ പുലർച്ചെയും ആക്രമണം തുടരുന്ന പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടാണ് പ്രത്യാക്രമണം നടത്തിയത്. കറാച്ചി, പെഷവാർ, ലാഹോർ എന്നിവിടങ്ങളിലാണ് കൂടുതലും ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തുന്നത്. ശ്രീനഗറിലും പഞ്ചാബിലും അമൃത്സറിലും തുടർച്ചയായ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ കൂടുതലും നടത്തി വരുന്നത്. ഈ സാഹചര്യത്തിനിടെ ജമ്മുവിൽ ഒരു പാക് പോർ വിമാനം ഇന്ത്യ തകർത്തതായി റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. മാത്രമല്ല, ജമ്മുവിൽ കനത്ത ശബ്ദമാണ് കേൾക്കുന്നത്. സിർസയിൽ പാകിസ്ഥാന്റെ ലോങ് റേഞ്ച് മിസൈൽ ഇന്ത്യ പ്രതിരോധിച്ച് തകർത്തുവെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ മിസൈൽ പ്രയോഗിക്കുന്ന വീഡിയോ പാകിസ്ഥാനും ഔദ്യോഗികമായി പുറത്തുവിട്ടു. പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിക്കാൻ നാവികസേന ശക്തരായിട്ടാണ് രംഗത്ത് നിൽക്കുന്നത്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് പുറപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിലും അതുപോലെ നിയന്ത്രണ രേഖയിലും സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് കൂടുതലും നൽകുന്നത്. രാത്രി ജമ്മുവിലേക്ക് മാത്രം എത്തിയത് 100ഓളം ഡ്രോണുകളായിരുന്നു. പാക് ഡ്രോണുകളെ നിലം തൊടിയിക്കാതെ തകർത്ത സൈന്യം ശക്തമായ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പാക് ഡ്രോണുകൾ കൂടുതലും എത്തിയതും. ഇതിൽ പഞ്ചാബിലെ ഹിറോസ്പൂരിൽ മാത്രമായിരുന്നു പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായിരുന്നത്. നൂർഖാൻ, ഷോർട്ട്കോട്ട്, മുറത്ത് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതായി പാകിസ്ഥാനും ആരോപിക്കുകയുണ്ടായി. ഇതിന് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണിയും മുഴക്കി. ഇന്ത്യ തിരിച്ചടി ശക്തമാക്കിയതോടെ രൂക്ഷമായ പോരാട്ടമാണ് തുടരുന്നത്. പാകിസ്ഥാന്റെ മിസൈൽ ഹരിയാനയിൽ ഇന്ത്യ തകർക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണായക ഇടപെടലിന് സൗദി അറേബ്യയുടെ ശ്രമം നടന്നു വരികയാണ്. രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിലേക്ക് വന്നിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്കാണ് ആദ്യം സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തിയത്. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതും. കൂടാതെ ഡൽഹിയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിനുശേഷമായിരുന്നു സൗദി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുവെന്ന വാർത്താക്കുറിപ്പ് പ്രധാനമായിട്ടും ഇറക്കിയത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ച പാക് ആക്രമണത്തെ പ്രതിരോധിക്കുകയാണിപ്പോൾ. അമൃത്സറിലും പുലർച്ചെ പാക് പ്രകോപനം ഉണ്ടായിരുന്നു. വലിയ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാക് ഡ്രോണുകൾ തകർത്ത ശബ്ദമാണ് കേട്ടതെന്നാണ് നിലനിൽക്കുന്ന സൂചന. അതേസമയം തന്നെ പാക് സൈനിക താവളങ്ങളിൽ ഇന്ത്യൻ ആക്രമണം നടത്തിയതായി പാകിസ്ഥാനും ശക്തമായി ആരോപിച്ചു. നൂർഖാൻ, മുരീദ്, റഫീഖി വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് പാക് സൈന്യം നിലവിൽ അറിയിച്ചിട്ടുമുണ്ട്. ശക്തമായി തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് സന്ദർഭത്തിനനുസരിച്ചും അതുപോലെ കൃത്യമായ രീതികളിലും നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം സാമാന്യബോധവും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയുവാൻ കഴിയും. യുദ്ധക്കൊതിയനായിട്ടുള്ള ജനറൽ അസീം മുനീർ എടുത്ത തീരുമാനങ്ങളിൽ വലയുന്ന സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. കൂടാതെ സൈനിക കോടതികളിൽ സാധാരണക്കാരായ പൗരന്മാരെ വിചാരണ ചെയ്യണമെന്ന തരത്തിലും ജസ്റ്റിസ് അമിനുദ്ദീൻ ഖാൻ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 7 അംഗ ഭരണഘടനാ ബെഞ്ച് വിധി നിലവിൽ ഇപ്പോൾ പ്രസ്താവിക്കുകയും ചെയ്തു. ഈ വിധി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും അതുപോലെ മനുഷ്യാവകാശങ്ങൾക്കും വലിയ രീതിയിലായിരിക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇത് സിവിലിയൻ അവകാശങ്ങളെ യഥാർത്ഥത്തിൽ കൂടുതൽ ഇല്ലാതാക്കുകയും ചെയ്യും. മാത്രമല്ല സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നുമുണ്ട്. വിമർശകർ കൂടുതലും വാദിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. മാത്രമല്ല പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനായി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരും അതുപോലെ സൈനികരുമായിരിക്കും. സൈനിക കോടതികളിലെ സിവിലിയന്മാരുടെ വിചാരണ ഭരണഘടനാ വിരുദ്ധമെന്ന 2023 ഒക്ടോബറിലെ സുപ്രീം കോടതി വിധി ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടാണ് പ്രധാനമായിട്ടും മെയ് 7 പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ വിയോജിപ്പുകളെ അടിച്ചമർത്താനും അതുപോലെ പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും സൈനിക സ്ഥാപനത്തിന് കൂടുതൽ അധികാരം നൽകുന്നത് കൂടിയാണ് ഈ വിധി എന്ന് പറയുവാൻ കഴിയും. മാത്രമല്ല പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തിന് മേൽ ആധിപത്യം പുലർത്തുന്ന സൈന്യത്തിന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം കൂടുതൽ മേൽക്കൈ നൽകുമെന്ന വിലയിരുത്തലുകളും കാര്യമായി തന്നെയാണ് നിലനിൽക്കുന്നത്.